ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ നാടായ ഇറാനിലേക്ക് ആദ്യമായി വന്നിരിക്കുകയാണ്. എയർപോർട്ടിൽ നിന്നിറങ്ങിയതും നാത്തൂൻ എൻ്റെ കയ്യിൽ ഒരു തുണി തന്നിട്ട് ഇതിടാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ജീവനോടെ നടക്കാൻ പറ്റില്ല അത്രേ. ഞാനതിട്ട് കഴിഞ്ഞതും തോക്കേന്തിയ രണ്ടാളുകൾ എൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. ഹിജാബ് മുടി മുഴുവൻ മറയ്ക്കാത്തതായിരുന്നു അവരുടെ പ്രശ്നം. കൂടെയുള്ള സ്ത്രീകൾ വേഗം അത് ശരിയാക്കി. എൻ്റെ മുടി മുഴുവൻ മറഞ്ഞുവെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് അവരവിടെ നിന്ന് പോയത്. എനിക്കിതെല്ലാം കണ്ട് പേടിയായി. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു പോകാമല്ലോ എന്നാലോചിച്ച് ഞാൻ ആശ്വസിച്ചു. എന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ പ്ലാൻ അതായിരുന്നില്ല. അയാൾ US-ലെ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്തിരുന്നു. അയാൾക്ക് ഇനി തിരിച്ചു പോവണ്ട. എന്നെയും എൻ്റെ മോളെയും പോവാനും സമ്മതിക്കില്ല. എനിക്ക് പോകണമെന്ന് വാശി പിടിച്ചതും അയാൾ എന്നെ ഉപദ്രവിച്ചു. അയാളുടെ ആജ്ഞകൾക്കനുസരിച്ച് ഇവിടെ ജീവിക്കാൻ എന്നെ നിർബന്ധിച്ചു. പിന്നീട് നടന്നതൊക്കെ ഒരു ദുസ്വപ്നം പോലെ ആയിരുന്നു. ഞാൻ അയാളുടെ ഫാമിലിയോട് കരഞ്ഞപേക്ഷിച്ചു. എന്നാൽ അവരാരും എന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഭർത്താവ് പറയുന്നത് കേട്ട് ജീവിക്കാൻ പുരുഷന്മാർ പറഞ്ഞു. ഞാനൊരു ധിക്കാരിയാണെന്ന് സ്ത്രീകളും. കയ്യിലുള്ള പൈസയുമായി US-ലേക്ക് ടിക്കറ്റ് എടുത്ത് രക്ഷപ്പെടാമെന്ന് ഞാൻ കരുതി. എന്നാൽ എൻ്റെ ഭർത്താവ് വന്ന് പാസ്പോർട്ട് കൈക്കലാക്കി. ഞാൻ അടുത്ത ദിവസം മോളുമായി എംബസിയിലേക്ക് പോയി. വർഷം 1984. ഇറാനും US-ഉം തമ്മിൽ വലിയ സ്വരച്ചേർച്ചയില്ലാത്ത സമയം. ഇറാനിൽ US എംബസികൾ ഒന്നുമില്ല. ഞാനതുകൊണ്ട് സ്വിസ് എംബസിയിലേക്ക് പോയി. ഈ നരകത്തിൽ നിന്നും ഇനി രക്ഷപ്പെടാമെന്ന് ഞാൻ കരുതി. എന്നാൽ ആ ഓഫീസറിന്റെ വാക്കുകൾ എന്നെ തളർത്തി. ഒരു ഇറാനിയനെ കല്യാണം കഴിച്ചത് കൊണ്ട് ഞാനിപ്പോൾ ഒരു ഇറാനിയൻ സിറ്റിസണാണ്. എന്റെ ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് എവിടേക്കും പോവാൻ സാധിക്കില്ല. ഡിവോഴ്സ് ചെയ്താൽ മോളുടെ കസ്റ്റഡി ഹസ്ബൻഡിനായിരിക്കും. എനിക്ക് എന്റെ മോളെ തനിച്ചാക്കാനും പറ്റില്ല. തിരിച്ച് വീട്ടിലെത്തിയതും ഹസ്ബൻഡ് എന്നെ പൊതിരെ തല്ലാൻ തുടങ്ങി. ഇനിയും ഇതുപോലെ സംഭവിച്ചാൽ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ പിന്നീട് ഇവിടെ പൊരുത്തപ്പെടാൻ ശ്രമിച്ചു. വീട്ടുജോലികൾ ചെയ്തു. അവരുടെ മതം പിടിച്ചു. എന്നിരുന്നാലും എനിക്ക് ഒറ്റയ്ക്ക് എവിടെയും പോവാൻ അനുവാദമില്ലായിരുന്നു. ഒരു ദിവസം വീട്ടുസാധനങ്ങൾ വാങ്ങാൻ പോകാൻ അയാൾ എനിക്ക് പെർമിഷൻ തന്നു. എന്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകാൻ അയാൾ സമ്മതിച്ചില്ല. മോളില്ലാതെ ഞാൻ രക്ഷപ്പെടില്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. മാർക്കറ്റിൽ വെച്ച് എന്റെ കയ്യിലിരുന്ന ഡോളേഴ്സ് കോയിനാക്കി US-ലെ ഫാമിലിയെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. അവിടെയുള്ള ഒരു കടക്കാരൻ എന്നെ സഹായിച്ചു. ഇനി എന്ത് ഹെൽപ്പ് വേണമെങ്കിലും താൻ ചെയ്തു തരാമെന്ന് അയാൾ എന്നോട് പറഞ്ഞു. വൈകാതെ തന്നെ എന്റെ മോളെ അവിടെയുള്ള ഒരു സ്കൂളിൽ ചേർത്തു. അവൾക്കവിടെ പൊരുത്തപ്പെടാൻ പാടായതുകൊണ്ട് ഭർത്താവ് മോളെ കൊണ്ടുവിടാൻ എനിക്ക് അനുവാദം തന്നു. ഒരു ദിവസം കുടുംബക്കാരുടെ കണ്ണു വെട്ടിച്ച് ഞാൻ ആ കടക്കാരന്റെ അടുത്തേക്ക് പോയി. അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. US-ലേക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. പക്ഷേ US-ലെത്തിയ ശേഷം $10,000 നൽകണം. സ്വാതന്ത്ര്യം വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ തുകയേ ആയിരുന്നില്ല. മോളെയും കൊണ്ട് ഞാൻ സ്കൂളിൽ എത്തിയതും താമസിച്ചു. ഭർത്താവിനെ ക്ലാസ് റൂമിൽ വെച്ച് കണ്ടതും എന്റെ നെഞ്ചിൽ തീയാളി. അയാൾ എന്നെ മോളുടെ മുന്നിൽ വെച്ച് തല്ലി. അവിടെ നിന്നവരാരും എന്നെ സഹായിക്കാൻ വേണ്ടി വന്നില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് ടാക്സിയിൽ നിന്നിറങ്ങി ഓടി സ്കൂളിൽ ചെന്ന മോളെ എന്റെ ഒപ്പം വിടാൻ പറഞ്ഞു. എന്നാൽ അവിടെയും അച്ഛന് മാത്രമേ അതിന് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ഇതോടെ അയാൾക്ക് കലിയിളകി. അയാൾ എന്നെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. എനിക്ക് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം പുറത്തുനിന്ന് വലിയ ശബ്ദങ്ങൾ കേട്ടു. റൂമിലെ ജനൽച്ചില്ല് വ്യോമാക്രമണത്തിൽ തകർന്നു. എന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാല് പിടിച്ച് കീഴടങ്ങി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ എല്ലാം തികഞ്ഞൊരു ഭാര്യയായി മാറി. ഒരവസരം കിട്ടാനായി ഞാൻ കാത്തിരുന്നു. ഒരു ദിവസം US-ൽ നിന്നൊരു കോള് വന്നു. എന്റെ അച്ഛന്റെ അസുഖം കൂടി, വേഗം അവിടേക്ക് ചെല്ലണം. അയാൾ എന്നെ US-ലേക്ക് പോവാൻ അനുവദിച്ചു. എനിക്കത് വിശ്വസിക്കാനേ സാധിച്ചില്ല. രാത്രി എല്ലാവർക്കും ഒന്നിച്ച് US-ലേക്ക് പോയാലോ എന്ന് ഞാൻ ചോദിച്ചു. അയാൾ ഇത് കേട്ട് പൊട്ടിത്തെറിച്ചു. എന്നെ US-ലേക്ക് പോവാൻ അനുവദിച്ചത് തന്നെ അവിടെയുള്ള സ്ഥലം വിറ്റ് കാശുമായി തിരിച്ചു വരാനാണ്. ഞാൻ ഒറ്റയ്ക്ക് വേണം പോവാൻ. മോളെ കൊണ്ടുപോകാൻ അയാൾ സമ്മതിക്കില്ല. 3 ദിവസം കഴിഞ്ഞുള്ള ഫ്ലൈറ്റ് അയാൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എനിക്കിനി വെയിറ്റ് ചെയ്യാൻ ടൈമില്ല. ഞാൻ ആ കടക്കാരനെ കണ്ട് ഞാൻ ഒറ്റയ്ക്ക് US-ലേക്ക് പോവാമെന്നും തിരിച്ചു വന്ന് മോളെ കൂട്ടാമെന്നും പറഞ്ഞു. എന്നാൽ അവിടെയും ഒരു പ്രശ്നമുണ്ട്. മോൾക്ക് 9 വയസ്സായി. ചിലപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് അവൾ ആരുടെയെങ്കിലും ഭാര്യയായിട്ടുണ്ടാവും. ഞാൻ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ഭാഗ്യവശാൽ ഒരു ദിവസം ഭർത്താവിനെ അർജന്റായി ജോലിക്ക് വിളിച്ചു. US-ലേക്ക് കൊണ്ടുപോകാൻ ഒരു ഗിഫ്റ്റ് വാങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ മോളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ആ ഷോപ്പ് ഓണറിനെ കോണ്ടാക്ട് ചെയ്തു. അയാൾ ഞങ്ങൾക്ക് പോകാൻ ഒരു കാർ റെഡിയാക്കി തന്നു. വളരെ കഷ്ടപ്പെട്ട് വിശപ്പും ദാഹവും സഹിച്ച് ഓരോ ചെക്ക് പോയിന്റും കടന്ന് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം വിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ഡ്രൈവർ വന്ന് ഞങ്ങളുടെ പാസ്പോർട്ടും ജുവലറിയും എടുത്തുകൊണ്ടുപോയി. ഞാൻ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. ഓരോ ചെക്ക് പോസ്റ്റും വളരെ വിദഗ്ധമായി കടന്നുപോയി. എന്നാൽ ബോർഡർ ചെക്ക് പോസ്റ്റിൽ ഞങ്ങൾ കുടുങ്ങി. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നവരുടെ ശ്രദ്ധ തിരിച്ചു. ആ ഗ്യാപ്പിൽ എന്നെയും മോളെയും അവർ അക്കരയ്ക്ക് പറഞ്ഞയച്ചു. അവിടുത്തെ കാറ്റും തണുപ്പും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഡ്രൈവർ ഒരു കുതിരയെ സംഘടിപ്പിച്ചു. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് എത്താറായി. അവിടെ ഞങ്ങളെ കാത്ത് ഒരു കാർ ഉണ്ടായിരുന്നു. ഡ്രൈവർ എനിക്കൊരു പൊതി തന്നു. അതിന്റെ ഉള്ളിൽ പാസ്പോർട്ടും ജ്വല്ലറിയുമായിരുന്നു. അയാൾ അത് സേഫ് ആക്കാനാണ് അന്ന് എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത്. ടർക്കിയിലെ അമേരിക്കൻ എംബസിയിലേക്ക് ഞാൻ നടന്നു. അമേരിക്കൻ ഫ്ലാഗ് കണ്ടപ്പോൾ എന്റെ ഉള്ളിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു.